പാവങ്ങളെ എന്തൊക്കെ കഷ്ടം അനുഭവിക്കണമെന്നോ ആലോചിച്ച് നോക്കൂ. കൊച്ചു കുട്ടിക്കാലത്ത് അതങ്ങോട്ട് കഴിഞ്ഞാൽ കട്ടി വിരലിങ്ങനെ മടങ്ങാറായാൽ മതി. അപ്പൊ ചോദിക്കാൻ തുടങ്ങിയ ഈ ആൾക്കാർ ഇപ്പൊ എല്ലാവർക്കും അതാണ്. എന്താ ഇവനെ ഈ സെപ്റ്റംബറിൽ അങ്ങോട്ട് എഴുത്തിന് വെച്ചുകൂടെ? 2 വയസ്സാവണേ ഉള്ളൂ കേട്ടോ. പിന്നെ പിടിച്ച അല്ലെങ്കിൽ പിന്നെ 3 വയസ്സ് കഴിയും. അത് വേണ്ട, അപ്പം തന്നെ ആയിക്കോട്ടെ. എന്നിട്ട് എഴുത്തിന് വെക്കാൻ തുടങ്ങി. അതിന് കളിച്ച് നടക്കേണ്ട സമയം. പക്ഷേ അത് പിടിച്ച് എഴുത്തിന് വെപ്പിച്ച് പിന്നെ അതിലും കെട്ടാം. ഇപ്പൊ പണ്ട് കുറെ ആ പേര് അന്വർക്കായി. എന്തായിരുന്ന പേര്? ബാലവാടി എന്നാണ്. ശരിക്കും മലയാളത്തിൽ നല്ല അർത്ഥം ബാലന്മാരെ വാട്ടുന്ന സ്ഥലം. ശരിക്കും ചെറിയ കുട്ടികളെ വാട്ടുന്ന സ്ഥലം. അപ്പൊ അവിടെ കൊണ്ടേക്ക് ഇപ്പൊ അത് അംഗനവാടിയൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ എന്തായാലും രണ്ടും ഒന്നെ വാട്ടിലല്ലേ. അവിടെ കൊണ്ടാക്കി. എന്നിട്ടോ അപ്പൊക്കെ കുട്ടികളെ ശരിക്കും കളിപ്പിക്കേണ്ട പ്രായം. സംസ്കൃതം എങ്ങനെ എപ്പോഴും പറയാറിയോ? രാജവൽ പഞ്ചവർഷാണി ദശവർഷാണി ദാസവൽ പ്രാപ്തേതു ഷോഡശേ വർഷേ പുത്രം മിത്രവദാചരേ. പഴയ കാലത്തെ തത്വം. 5 വയസ്സ് വരെ കുട്ടികളെ ഒരു രാജാവിനെ പോലെ അവർ പറഞ്ഞതൊക്കെ അവർക്ക് നല്ലതൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് ഈ ഭക്തിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സമയം ശശിമാരൊക്കെ വെച്ചാൽ അപ്പൊ അതൊന്നുമില്ലല്ലോ. ഡിസ്നി ലാൻഡോ എന്ത് ടിവിയാ? കൊച്ചി ടിവിയോ? അതിൽ ഈ വേണ്ടാത്ത കഥകളും കണ്ട് അതിന് പിടിച്ചുപോയി. അതിന് പകരം കുട്ടികളുടെ സ്വഭാവം നന്നാക്കാൻ ഏറ്റവും പറ്റിയ സമയം അത് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുക. ഏത് കുട്ടികളും കഥ കേൾക്കാതിരിക്കാണ്ടിരിക്കില്ല. അതൊക്കെ ഓഫ് ചെയ്യും അല്ലേ? ഇതിപ്പോ അതില്ല. ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. എന്താ അറിയോ? ചില കുട്ടി അതിന്റെ മുമ്പ് കൊണ്ടിരുത്തിയിട്ട് ചോറടക്കം കൊടുക്കുക. അവൻ അതും കാണും ഇതും കഴിക്കും. പിന്നെ അതിൽ കാണുന്നവരുടെ സ്വഭാവം അധികം ഉണ്ടാവുക. അതാണ് പറ്റുന്ന അബദ്ധം. അങ്ങനെ കാലം അവനെന്തായി? ഇപ്പോഴത്തെ കുട്ടികളുടെ സ്ഥിതി മഹാകഷ്ടം. 3 വയസ്സാവുമ്പോഴേക്കും എന്ത് LKG എൻട്രൻസ് ഓറിയന്റഡ് LKG. അതിലേക്ക് രാവിലെ ഒരു 50 കിലോ പുസ്തകമായിട്ട് ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് അടക്കുകയും അതിന്റെ പുസ്തകം തൂക്കണ ഒരു സഞ്ചി ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോ അല്ലേ? നമുക്കൊക്കെ പണ്ടൊരു 70 വയസ്സ് കഴിഞ്ഞാലേ കുറച്ച് കൂനലൊക്കെ ഉണ്ടൊക്കെ വരും. നിങ്ങൾ നോക്കിക്കോളിന് അധികം താമസമൊന്നും ഉണ്ടാവില്ല. 10-25 കൊല്ലം കഴിയുമ്പോ നമ്മുടെ നാട് കൂനന്മാരുടെ നാടാവും. എന്താ ചെയ്യും? ലഗേജ് തൂക്കല പണി. അത് കഴിഞ്ഞ് അവന്റെ പഠിത്തം കഴിയുമ്പോഴേക്കുണ്ടല്ലോ, ഞാൻ ധാരാളം ഇത് അനുഭവത്തിൽ നോക്കിയാലേ ഇതിന്റെ രസം അറിയുള്ളൂ. കോൺവെന്റിൽ കുറെ കള്ളി പഠിച്ച പുസ്തകങ്ങളുണ്ട് ഇല്ലേ? അവരിങ്ങനെ കൊടുത്തേക്കുള്ളൂ. എന്താ? റൈറ്റ് 150 ടൈംസ്. അമ്മമ്മയാവും വരെ എഴുതാൻ പഠിപ്പിക്കാൻ. അമ്മ ഹോംവർക്ക് ഒന്ന് ഇതിനെ ഇപ്പൊ അമ്മമ്മ പിടിച്ചിട്ട് എഴുതടാ. കുട്ടിയുടെ നോട്ടം അവിടെ എവിടെയെങ്കിലും വെറുതെ അല്ലാത്ത അതൊരു 10-21 വയസ്സായി നമ്മൾ എന്ത് പറഞ്ഞാലും എന്ന് പറയുന്നു. എന്താ കുട്ടിക്കാലം മുതൽക്ക് അതിനെ ഒട്ടും സ്വാതന്ത്ര്യം കൊടുക്കാതെ പഠിക്കാനും പറഞ്ഞിട്ട് ഇപ്പൊ ഡോക്ടറും എഞ്ചിനീയറും ആക്കാനും എല്ലാവർക്കും നല്ലത് ഒട്ടും പറഞ്ഞു കൊടുക്കാൻ ഇല്ലേ? ഇപ്പൊ ഇവിടെ ക്ലാസ്സൊക്കെ ഉണ്ട്. ആ ക്ലാസ്സിലേക്ക് നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നവർ എത്ര ആളുണ്ട്? ഒട്ടുമുക്കാലും പറച്ചിലുണ്ടാവും. അറിയോ? അവന് സമയമില്ലേ. വൈകുന്നേരം മാത്സ് ട്യൂഷൻ, രാത്രി കണക്ക് ട്യൂഷൻ. ഭഗവാൻ ദിവസത്തിന് ഈ 24 മണിക്കൂറാക്കിയത് വലിയൊരു കുഴപ്പമായിട്ട് അപ്പൊ പലർക്കും. എന്തായാലും കുട്ടിക്ക് ട്യൂഷന് വേണം ഒരു 16 മണിക്കൂർ. പിന്നെ അതിനെ ഉറങ്ങാനും നടക്കാനും കളിക്കാനും ഒക്കെ എവിടെ സമയം? ഇങ്ങനെ ഇവനാണ് 10-21 വയസ്സായാൽ അച്ഛൻ്റെ അമ്മയുടെ ശത്രു ഒഴിച്ചു മാറും. എന്താ കാരണം?
എന്നെ പഠിപ്പിച്ചതിന് ഞാനും പഠിപ്പിച്ചതാണ്. ഇപ്പൊ ഒട്ടുമുക്കാലും അങ്ങനെയാണ്. അമ്മ അച്ഛനൊന്നും ഒട്ടും വിഷമിപ്പിക്കണ്ട കേട്ടോ, ഞാൻ ഉണ്ടായ കാര്യമാണ്. അമ്മയ്ക്ക് അമേരിക്കയിൽ പഠിക്കുന്ന മകൻ്റെ കത്താണ്. അവൻ തൽക്കാലം അവിടെ ജോലിയൊക്കെ ആയിട്ട് അമ്മ പ്രതീക്ഷിക്കാത്തൊരു സമ്മാനം കൊണ്ടാണ് ഞാൻ വരുന്നത്. അമ്മ കാറുമായിട്ട് എയർപോർട്ടിൽ വരണം. അമ്മ അവൻ്റെ സമ്മാനം എന്താണെന്ന് വിചാരിച്ച് കാറും കൊണ്ട് പോയപ്പോഴാണ് അവൻ്റെ ഒപ്പം ഇറങ്ങണത് ബ്രിസ്ബേരിയം. മരാമ്മ കുട്ടി ഒന്നാണ് കൊണ്ടിരുന്നത്. അപ്പോഴാ അമ്മയ്ക്ക് തോന്നുന്നതിന് അവിടെ ഇവിടെ ഒന്നും പറഞ്ഞേക്കേണ്ടിയിരുന്നില്ല, ഇവിടെ എവിടെയെങ്കിലും. ഇതാണ് ജീവന്റെ ഗതി. അവനും എന്തുവാ പഴയ ജന്മൊക്കെ മറന്നു, എന്നിട്ടോ താനും ആ ചക്രത്തിരിക്കാൻ പോണത് മറക്കും, വയസ്സാവും. ശങ്കരാചാര്യ ഇതാണ് ശിവാപരാധക്ഷമാപണ സ്തോത്രത്തില് ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ. ശംഭോ മഹാദേവ ക്ഷമിക്കണേ പറയും. യൗവന വാത്മേന്ദ്രിയാണാം വികലഗതിമതി. വയസ്സായി, ഇന്ദ്രിയങ്ങളൊന്നും പറഞ്ഞാൽ കേൾക്കില്ല, കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല. അപ്പോഴാണ് സപ്താഹം കേൾക്കാൻ മോഹി. വയസ്സ് അതൊക്കെ നേരത്തെ നോക്കണമെന്നാണ്. അതിങ്ങനെ ഈ ജീവൻ കർമ്മത്തിന്റെ ഗതിക്കനുസരിച്ച് ജനിച്ചും മരിച്ചും ഇങ്ങനെ വട്ടത്തിൽ ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അമ്മേ, അതിൽ നിന്ന് രക്ഷപ്പെടണോ? അതിന് ആദ്യം എന്താ വേണ്ടത്? ആദ്യം പറയും സംഗം കുര്യാൽ പ്രമദാതു ജാതോ യോഗസ്യ പാരം പരമാരുരുക്ഷു. ഒറ്റമേ പറയുന്നു. യോഗസ്യ പരംപാരം മാരുരുക്ഷു പ്രമദാതു ജാതു സംഗം നാ തുല്യ. എന്താ അർത്ഥം? വൈഷയികമായ മായയിൽ ജീവൻ ഭ്രമിക്കരുത്. ആ സംഘം വിടർത്താൻ നോക്കണം. ശരീരം കിട്ടിക്കഴിഞ്ഞാൽ ഈ ശരീരം സത്സംഗത്തിനും വിഷയങ്ങളിൽ നിന്ന് ജീവനെ പിൻവലിക്കാനാണ്. അമ്മേ, മനസ്സ് എപ്പോഴും എവിടേക്ക് എത്തണം? ഭഗവാനിലേക്ക് എത്തണം. അതിനാദ്യം എന്താ വേണ്ട? മായോടുള്ള ബന്ധം ഉപേക്ഷിക്കണം എന്നും പറഞ്ഞിട്ടാണ്. ഞാനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഒന്ന് ചുരുക്കുകയാണ്, വാച്ച് നിൽക്കണില്ല. പക്ഷേ 11:20. അപ്പൊ എന്തായാലും പറയണ സംഘത്തെ ഒഴിവാക്കാൻ നോക്കുക. സത്സംഗത്തിന് താല്പര്യം ഉണ്ടാവുക, ദുസ്സംഗങ്ങളിൽ ഇല്ലാണ്ടാക്കി തീർക്കുക. അങ്ങനെയാൽ ജീവന് ഗതി കിട്ടും. ഇതിനെ ഒന്ന് ഉറപ്പിക്കാനാണ് സപ്തമസ്കന്ധത്തില് പ്രഹ്ലാദന്റെ ഉപദേശം വരിക. ഇനി ആ പ്രഹ്ലാദന്റെ ഉപദേശമാണ്. അതും വളരെ നല്ല തത്വങ്ങള്. ഇവിടെ എന്താ പറഞ്ഞറിയോ? അവസാനം ഈ ജീവൻ ജനിച്ചും മരിച്ചും ഈ കാലത്തിന്റെ ശക്തിയിൽപ്പെട്ട് എന്താ വേണ്ട നിശ്ചയില്ലാതെ ഈ വക ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചിട്ടും ആർക്കും അതിന്റെ ആ അനുഭവം വരുന്നില്ല. ഈ കിട്ടിയ മനുഷ്യജന്മം കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടണം എന്നുള്ള തോന്നല് ജീവന് വരില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് അമ്മോട് എത്രയും നേരത്തെ ഭഗവാനെ സ്ഥാപിക്കാൻ നോക്കുക. ആ ദേവഹൂതി ഭഗവാൻ പറഞ്ഞ മാർഗത്തെ അവലംബിച്ചു, തപസ് ചെയ്ത് തന്റെ ശരീരം ഉപേക്ഷിച്ചു. ആ ശരീരം പോയ സ്ഥലമാണ് ഇപ്പോഴും ചിന്മയാനന്ദ സ്വാമിയുടെ സമാധി വെച്ചിട്ടുള്ള എന്ത് ഭാര്യ പോയി? സിദ്ധഭാരി. ആ സിദ്ധഭാരിയിലാണ് ദേവഹൂതിയുടെ ശരീരം വീണതും ഒരു പുണ്യ നദിയായിട്ട് ഒഴുകാനും തുടങ്ങി എന്ന് പറയാം. കപിലവാസുദേവര് അപ്പുറത്ത് സമുദ്രദേവൻ കൊടുത്ത സ്ഥാനത്ത് ഇപ്പോഴും ഭക്തന്മാർക്ക് ആത്മോപദേശവും കൊടുത്തിരിക്കണമെന്നും പറഞ്ഞ് കപിലോപദേശം അവസാനിപ്പിച്ചു. പിന്നെ ചതുർത്ഥവും പഞ്ചമവും ഷഷ്ടവും കഴിഞ്ഞിട്ടാണ് പ്രഹ്ലാദന്റെ അവിടേക്ക് ഒരു ചാട്ടം. ചതുർത്ഥത്തിലും ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ കാണിക്കാൻ 4 കഥകള്, ദക്ഷയാഗം, അതുപോലെ ഭക്തിയുടെ മഹാത്മ്യം കാണിക്കാൻ ധ്രുവചരിതം,
ആത്മതത്വം അറിയേണ്ടതാണ്. അത് ഈശ്വരാർപ്പണ ബുദ്ധി കൊണ്ട് ഉണ്ടാവുള്ളൂ എന്ന് കാണിക്കാൻ ഋതുവിന്റെ ചരിത്രം പുരഞ്ജനോപാഖ്യാനത്തിൽ കൂടെ ആത്മതത്വത്തെ പ്രാചീനപർഹിത്തിന് പറഞ്ഞു കൊടുക്കല്, പ്രജേതസ്സുകളുടെ ചരിത്രം. ഇതാണ് 4ാമത്തെ സ്കന്ധം. അവസാനം ഇതിനെ തന്നെ ഉറപ്പിക്കുകയാണ്. ഈ കപിലോപദേശത്തിൽ തുടങ്ങിയ ആത്മോപദേശം ഭാഗവതം ഏകാദശ സ്കന്ധം വരെ നീട്ടിക്കൊണ്ടുപോകും. എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നമുക്കത് ഉറക്കാൻ പറ്റില്ല. എന്താ 4ാമത്തേലുണ്ട്, ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യേന കേന വാ സർവേന്ദ്രിയോപചാന്ദ്യാച തുഷ്യത്യാസു ജനാർദ്ദന. ഭഗവാൻ സന്തോഷിക്കും എപ്പോ? സർവഭൂതങ്ങളോടും ദയ കാണിക്കുക. നമുക്ക് എന്താ കിട്ടിയാൽ അതുകൊണ്ട് സന്തോഷിക്കുക. എന്താ കിട്ടാത്തതെന്ന് അന്വേഷിക്കണ്ട, എത്രയും കിട്ടിയില്ലേ അത് അന്വേഷിച്ചാൽ മതി. ഇന്ദ്രിയങ്ങളെ ഒതുക്കുക എന്ന സംശയം വിട്ടാൽ നിങ്ങൾ ആത്മപദത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനി ആ പദത്തിലേക്കുള്ള വഴി കാണിക്കാനാണ് പഞ്ചമസ്കന്ധത്തില് ഇവിടെ മേപ്പത്തൂര് ജഡഭരതനെ മാത്രം ഭാഗവത്തിൽ അദ്ദേഹത്തിന് എന്തോ പിടിച്ചില്ലേ തോന്നുന്നു. ആ മൂപ്പരെ മാത്രം അങ്ങോട്ട് വിട്ടു. ബാക്കി എല്ലാ ഭാഗവത്തിനും സബ്ജക്റ്റും അദ്ദേഹം കൊടുക്കുന്നുണ്ട്. പക്ഷെ ജഡഭരതനെ മാത്രം എന്താ അത് കുറച്ചും കൂടി കടുത്ത ആത്മോപദേശം. അത് കാരണം സാധാരണ സംസാരികൾക്ക് അത്ര പറ്റില്ല. ഗുരുവായൂരപ്പനെ നിന്ന് ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണ ഭക്തന്മാർക്ക് അത്ര തന്നെ നിഷ്ഠം കിട്ടുണ്ടായാൽ ഇപ്പൊ നമ്മൾ ഏകാശി മൃഗമൊക്കെ കണ്ടെത്താൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ശുദ്ധി കിട്ടിയെന്നുള്ള തോന്നലുണ്ടാവുള്ളൂ അല്ലേ? ഇതൊന്നൊക്കെ അങ്ങോട്ട് വിട്ടിട്ട് അവധൂതനെ പോലെ ആയാൽ അതൊരു ഭംഗിയായി തോന്നുന്നുണ്ടാവില്ല. അതുകൊണ്ടാവും ജഡഭരതന്റെ ആ ഒരു ചരിത്രം മാത്രം നാരായണീയത്തില്ല. ബാക്കി എല്ലാ ഭാഗവത്തിലെ കഥകളും ഒക്കെ ചുരുക്കി പറഞ്ഞത്. കഴിഞ്ഞ ഭക്തി ഓർപ്പിക്കാൻ 6ാമത്തെ സ്കന്ധത്തിലെ അജാമിളൻ, വൃത്രാസുരൻ ഇവരെയൊക്കെ കഥ പറഞ്ഞ് 7ാമത്തെ സ്കന്ധത്തിലേക്കാണ്ട് കിടക്കുകയാണ്. 7ാമത്തെ സ്കന്ധം പ്രഹ്ലാദന്റെ ചരിത്രം. കഥ തുടങ്ങുമ്പോൾ തന്നെ പരീക്ഷത്തിന്റെ ചോദ്യം, സമപ്രിയ സുഹൃൽ ബ്രഹ്മൻ ഭൂതാനാം ഭഗവാൻ സ്വയം ഇന്ദ്രത്യാർത്ഥേ കഥം ദൈത്യാൻ അവധി. ചോദ്യം നോക്കൂ, ഭഗവാൻ എല്ലാവർക്കും ഒരുപോലെ ഇല്ലേ? ഒരാളോട് കൂടുതൽ സ്നേഹമോ ശത്രുതയോ ഭഗവാനില്ല. പക്ഷെ അങ്ങ് പറയുന്ന കഥയൊക്കെ കേൾക്കുമ്പോൾ ഈ ഇന്ദ്രന് വേണ്ടിയിട്ട് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് അസുരന്മാരെ മുഴുവൻ കൊല്ലുക, ദേവേന്ദ്രനെ രക്ഷിക്കുക. ശരിക്കും ഇന്ദ്രനെ കൊണ്ട് ഭഗവാൻ ഒരു ഉപകാരവും ഇല്ല. അസുരന്മാരെ കൊണ്ട് ഒരു ഉപദ്രവവും ഇല്ല. ഇതെന്തിനാത്? നമുക്ക് ഉപദ്രവം ചെയ്യുന്ന ആളോട് പകരം വീട്ടണം എന്നുള്ള ഭാവം ഉണ്ടാവും അല്ലേ? ഉപകാരം ചെയ്യുന്ന ആളോട് അയാൾക്ക് എന്തെങ്കിലും അങ്ങോട്ട് ചെയ്യണം എന്നുള്ള ഭാവം ഉണ്ടാവും അല്ലേ? അയാൾ എന്നെ എത്ര സഹായിച്ച ആളറിയോ എന്ന് ചോദിച്ചിട്ടാണോ ഉപകാരം? ഭഗവാൻ ഇപ്പൊ ഇത് രണ്ടിന്റെ ആവശ്യമില്ല. കാരണം നിർഗുണനായ ഭഗവാൻ ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ആളാണ്. പക്ഷെ കഥ പറയുമ്പോ എന്താ ഇങ്ങനെ പറയണത് ചോദ്യം. അപ്പെടുത്ത വഴിക്ക് പറഞ്ഞു സുഖമഹർഷി, പരീക്ഷത്തെ ചോദ്യമൊക്കെ നന്നായി. ആത്മതത്വം അറിയാൻ ഇമാതിരി ചോദ്യമൊക്കെ ചോദിക്കണം. ഭഗവാൻ ഒന്ന് പറയണം. ഇപ്പോ ധർമ്മപുത്രൻ അങ്ങ് ചോദിച്ച മാതിരി ഒരു ചോദ്യം പണ്ട് നാരദരോട് ചോദിക്കലുണ്ടായി. എപ്പോഴാണ് ചോദിച്ചാൽ രാജഗൃഹത്തിൽ ഭഗവാനെ ചീത്ത പറഞ്ഞ ശിശുപാലന് പെട്ടെന്ന് മോക്ഷം കിട്ടി. ഭഗവാന്റെ കാലി കഴുകി പൂജിച്ച് കിട്ടാന്ന് വിളിച്ച ധർമ്മപുത്രന് അധികം താമസിയാണ്ട് കാട്ടു കയറേണ്ടി വന്നു വനവാസത്തിന്. അപ്പൊ തോന്നി മൂപ്പരക്ക് ഭാഗവത്തിലൊരു വാക്ക് കേട്ടാ അതാ തോന്നുക. എന്ത്? എന്റെ മനസ്സും ഇപ്പൊ കാറ്റത്ത് വിളക്കിന്റെ തിരി കിടന്ന് ആടണ മാതിരി ആടാൻ തുടങ്ങിയിരിക്കണോ?
കൃഷ്ണനെ പൂജിക്കുന്നതിന് വരും 4 ചീത്ത പറഞ്ഞാൽ എന്താ എനിക്കും തോന്നാൻ തുടങ്ങിയെടുക്കണമെന്ന്. കാരണം ശിശുപാലന്റെ ചീത്ത പറയൽ കേട്ടാൽ ക്ഷിത്രോനജാതോ ജിഹ്വായാം, ആ നാവ് പുഴുത്തു പോണ്ടതാണ്. കാരണം ഭഗവാനെയാണ് കുറ്റം പറഞ്ഞത്. പക്ഷേ കുറ്റം പറഞ്ഞതിന് ശിശുപാലന് മോക്ഷം കിട്ടിയത്. എന്താ അതിങ്ങനെ വരാൻ? അപ്പൊ നാരദൻ പറഞ്ഞു കൊടുത്ത മറുപടി തന്നെയാണ് അങ്ങടെ ചോദ്യത്തിനുള്ള മറുപടി. ഈ നിന്ദനഷ്ടവകർക്കാര ഞെക്കാരാർത്ഥങ്ങളേ വരം പ്രധാനപരയോ രാജൻ അവിവേകേന കൽപ്പിതം. ഒരാൾ നിന്ദിക്കുക, ഒരാളെ ബഹുമാനിക്കുക, ഇതൊക്കെ ആർക്കുള്ളതറിയോ? ശരീരമുള്ളവർക്കുള്ളതാണ്. ഈശ്വരനാരാ? ഭഗവാനാരാ? നിർഗുണനാണ്. അവിവേകം കൊണ്ട് ഭഗവാനെ പ്രാപിക്കാൻ, ആ നിർഗുണ ബ്രഹ്മത്തെ ഉപാസിക്കാൻ കഴിവില്ലാത്തോണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഭഗവാന് രൂപങ്ങളെ കൽപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ചീത്ത പറഞ്ഞാലും വേണ്ടില്ല, ബഹുമാനിച്ചാലും വേണ്ടില്ല, ഭഗവാൻ അത് രണ്ടും ബാധകമല്ല. അതിനൊരു കാര്യം, അതെന്ത്? ജ്യോതിരാതിരിവാഭാതി. വിളക്കിപ്പോ അവിടെ കത്തുമ്പോ വിളക്കിന് അഭിമാനമൊന്നുമില്ല. ഞാൻ ലേറ്റാ കാണായിരുന്നു വാ, രാത്രി വിളക്കിനെ ഞാൻ ലേറ്റാ നിങ്ങളുടെ കാര്യമൊക്കെ കട്ടാണെന്ന് നമ്മളോട് ഇതേവരെ പറഞ്ഞിട്ടില്ലല്ലോ. വിളക്ക് എപ്പോഴും സാക്ഷിയാണ്. അതുപോലെയാണ് ഭഗവാൻ. എന്നിട്ട് ആ തത്വം പറഞ്ഞു കൊടുക്കുമ്പോ ഒന്ന് പറഞ്ഞു, അങ്ങ് വിചാരിക്കുന്ന ആളൊന്നുമല്ല ശിശുപാലൻ. എന്തത്? 3ാമത്തെ ജന്മത്തില് വർദ്ധിച്ച വൈരം കൊണ്ട് ഭഗവാനെ ഉപാസിച്ച് പ്രാപിച്ച ആളാണ്. മനുഷ്യന്റെ മനസ്സിന് പല ഗുണങ്ങളുമുണ്ട്. സ്നേഹം, കാമം, അതുപോലെ തന്നെ ദേഷം, വൈരം, ഇതൊക്കെ ഉണ്ട്. അതില് 3 ജന്മത്തില് വർദ്ധിച്ച ദേഷം കൊണ്ട് ഭഗവാനെ പ്രാപിച്ചു എന്ന് പറയാൻ. അതിന് ചില ചിത്രങ്ങള്: ഗോപ്യകാമാൽ ഭയാൽക്കംസോ ദേശാൽ ചൈത്യാദയോ നൃപ. പരീക്ഷിത്തെ ശിശുപാലാദികള് ദേശം കൊണ്ടാണ് മാത്രം. എന്നിട്ട് കഥമോപി നവേനസ്യാൽ പഞ്ചാനം പുരുഷം പ്രതി. ആത്മതത്വസ്വരൂപിയായ ഭഗവാനെ പ്രാപിക്കാൻ ദേശോ സ്നേഹോ ഏതും തെറ്റല്ല. ഗോപ്യകാമാൽ, ഗോപസ്ത്രീകളെ കാമം കൊണ്ടാണ്, ശിശുപാലാദികളെ ദ്വേഷം കൊണ്ടാണ്. അതുകൊണ്ട് അതിലത്ഭുതപ്പെടേണ്ട എന്നും പറഞ്ഞ് ഒന്ന് പറഞ്ഞു. ഈ ശിശുപാലനെ ആരാ അറിയോ അങ്ങക്ക്? പണ്ട് വൈകുണ്ഠലോകത്ത് സനകാദി ഋഷീശ്വരന്മാര് പോയപ്പോ അവരുടെ ശാപത്തിന് പാത്രീഭൂതന്മാരായ ജയവിജയന്മാരിൽ ഒരാളാണ്. ആദ്യം സനകാദികള് വൈകുണ്ഠലോകത്ത് പോയപ്പോ അവര് തടുത്തതോട് കൂടിയിട്ട് ചെറിയ കുട്ടികളെ പറഞ്ഞ തടുത്തത് ഈ സനകാദികളെ. അവർക്ക് ദ്വേഷം വന്നു. എന്തിന്? ഇവരുടെ മനസ്സിലെ ഭേദബുദ്ധി ഇനിയും പോയിട്ടില്ല. അതുകൊണ്ടാണ് വൈകുണ്ഠം എന്ന് പറഞ്ഞ എന്താർത്ഥം? വിഗത കുണ്ഠത എത്ര തത്ര വൈകുണ്ഠം. കുണ്ഠതയില്ലാത്ത സ്ഥലമാണ്, ഭേദബുദ്ധി ഇല്ലാത്ത സ്ഥലത്തിനാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. അവിടെ സാത്വികമില്ല, രാജസമില്ല, താമസമില്ല, എല്ലാത്തിനും മുട്ടിട്ടാണ്. അവിടെ വെച്ചിട്ട് ചെറുതും വലുതും കണ്ടപ്പോ ചെറിയ കുട്ടികൾക്ക് എന്താ അവിടെ കാര്യങ്ങൾ പറഞ്ഞാ തട്ട്. ഒരൊറ്റ ശാപം. ആര്? സനകാദികള്. ഹേ ജയവിജയന്മാരെ, നിങ്ങളുടെ ഉള്ളില് ഇപ്പോഴും ആസുരവാസനയുണ്ട്. അതുകൊണ്ട് ആ ആസുരവാസന അനുഭവിച്ചു തീർക്കാൻ 3 ജന്മം ഭൂമിയിൽ പോയി ജനിക്കുന്നു. അതാണ് 3 ഭാവത്തിലുള്ള വാസനയാണ്. താമസായിട്ടുള്ള വാസനയുണ്ട്, രാജസായിട്ടുള്ള ഭേദബുദ്ധിയുണ്ട്, സാത്വികായിട്ടുള്ള ഭേദബുദ്ധിയുണ്ട്. ഇത് 3ഉം അനുഭവിച്ചു തീർക്കാൻ 3 ജന്മം. ഒക്കെ ഭേദബുദ്ധിയിലേത്തോളം കാലം ജന്മം ഉണ്ടാവും. അതിനാണ് 3 ജന്മവും കൊടുക്കണം. ഇത് നമുക്കും കൂടിയുള്ളൊരു പാഠാണ്. നേരത്തെ പറഞ്ഞ് ഹിരണ്യകശിപു എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാകുന്ന ഈ ലോഭാദി ദുർഗുണങ്ങളെയാണ് ഹിരണ്യകശിപാദിക്കളെന്ന് പറയാം. എന്തായാലും
ആ ശാപം കിട്ടിയ ദേവജയന്മാരിൽ ഒരാളാണ് ഏതാണ്? ആര്? ശിശുപാലൻ. ഭഗവാൻ തന്നെ അവർക്ക് കൊടുത്ത അനുഗ്രഹമാണ് 3 ജന്മവും വർദ്ധിച്ച ദേശം കൊണ്ട് എന്നെ ഉപാസിച്ച് എന്നെ പ്രാപിക്കാം എന്ന്. എന്തായാലും അപ്പൊ പറഞ്ഞു, അതില് ആദ്യം ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവായി. ഹിരണ്യാക്ഷനെ വരാഹാവതാരത്തില്, ഹിരണ്യകശിപുവിനെ നരസിംഹാവതാരത്തില്, അതുപോലെ രാവണ കുംഭകർണന്മാരായി. പിന്നെ ആ കാലത്ത് ശ്രീരാമാവതാരം സ്വീകരിച്ച് രാവണ കുംഭകർണന്മാരെ ഇപ്പതാ ശ്രീകൃഷ്ണാവതാരത്തില് ദേവജയന്മാരുടെ 3ാമത്തെ ജന്മം ശിശുപാലനായിട്ട് ദന്താവക്തനായിട്ട്. അപ്പൊ ശിശുപാലനെ വധിച്ചു, ഇനി ദന്താവക്തനെയും വധിക്കും. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഭേദബുദ്ധിയുടെ 3 ഘടകങ്ങളാണ്. എന്തായി 3 ഘടകങ്ങള്? ആദ്യം ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപുവാണ്. എന്തിൻ്റെ അത്? രജോ ഗുണത്തിന്റെ ഭാവങ്ങളാണ്. അഭിമാനം ശരീരത്തിലുള്ളിടത്തോളം കാലം നമ്മൾ ആ അഭിമാനം കൊണ്ട് എന്തൊക്കെ അനുഭവിക്കാൻ നോക്കുന്നതാണ് നോക്കുക, അല്ലേ? അപ്പൊ ഇടയ്ക്ക് കൃത്യം 12 മണിക്ക് സത്രത്തിന് വരുന്നവരൊക്കെ ഉണ്ടാവും, അല്ലേ? എന്താ അഭിമാനം? എന്നാ അവിടെ വന്ന് പ്രസാദം കഴിക്കാം, പ്രസാദം കഴിച്ചാൽ അതിൻ്റെ ഫലമൊക്കെ കിട്ടും. ഇടയ്ക്ക് കൃത്യം 12 മണിക്കേ വരുന്നുണ്ടാവും. അങ്ങനെ അത് സാത്വികമായിട്ടുള്ള അഭിമാനമാണെങ്കിലും അതിനും കുറച്ചൊരിക്കത്തെ രാജസായിട്ടുള്ള അഭിമാനം ഉണ്ടാവും. അതിനെയാണ് ആദ്യത്തെ രാജസായിട്ടുള്ളതാണ് ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു. നമുക്ക് എന്തൊക്കെ സുഖം അനുഭവിക്കാൻ പറ്റും അത് നോക്കുന്ന ആളെ ഹിരണ്യാക്ഷൻ. ഈ ഭേദബുദ്ധി നമുക്കുണ്ട്. ആ ഭേദബുദ്ധി ഉള്ളിടത്തോളം കാലം ഇപ്പൊ നമ്മൾ പ്രഭാഷകന്മാരെ തന്നെ ഇടയ്ക്ക് ചിലരെയൊക്കെ കേട്ടാൽ അയാൾ ഉണ്ടോ എന്നാ ആ സമയത്തൊന്ന് പോവാം. ഭഗവാന്റെ കാര്യം ആര് പറഞ്ഞാലും ഒരുപോലെ. കുറച്ച് കേട്ട് ഇരിക്കാൻ മടി തോന്നുന്നുണ്ടെങ്കിൽ പോലും അത് കേട്ടിരിക്കണം എന്നാ പറയാം. എന്തിനാത്? ഭഗവാന്റെ കാര്യം പറയണ 2 കൃഷ്ണ നാരായണ ഗോവിന്ദ എന്നാ ജപിക്കണത്. അതുകൊണ്ട് നമുക്ക് നന്മയുണ്ടാവുള്ളൂ. ഇതാണ് ഭേദബുദ്ധി. ആ ഭേദബുദ്ധി നമുക്കുണ്ടാവും, ഇല്ലേ? ഇന്ദ്രിയങ്ങൾക്ക് അയാൾ പറയാൻ തുടങ്ങിയ ചിരിക്കാനേ സമയമുണ്ടാവുള്ളൂ. ഇപ്പൊ തപ്പാവൊക്കെ ഇടയ്ക്ക് എങ്ങനെയുണ്ട്? ചിരിച്ച് മണ്ണ് തപ്പുന്നാണ്. എന്നാ പിന്നെ തപ്പാകം വേണം. വല്ല എന്താ ഈ കോമഡി ഷോപ്പിൽ പോയാൽ പോരെ? അതിന് പകരം അപ്പൊ അതൊക്കെ എന്താണ്? ഈ ഭേദബുദ്ധിയാണ് ഇതൊക്കെ. ഓരോരോ ഭേദബുദ്ധി. അത് സാത്വികമായിട്ടുണ്ടാവാം, രാജസായിട്ടുണ്ടാവാം, താമസാണ് രാവണ കുംഭകർണന്മാർ. രാജസാണ് ഹിരണ്യാക്ഷന്, സാത്വികാണ് ശിശുപാലൻ ദന്താവക്തൻ. അതുകൊണ്ടാണ് നല്ല വംശത്തിൽ ജനിക്കണോ, നല്ല പാരമ്പര്യമുള്ള തറവാടാണ് ശിശുപാലന്റെ ദന്താവക്തന്റെ ഒക്കെ വസുദേവന്റെ സഹോദരിമാരുടെ മക്കളാണ്. അപ്പൊ തറവാട്ടിനൊന്നും ഒരു ദോഷമില്ല, പക്ഷേ സ്വഭാവത്തിന് മാത്രമേ ദോഷമുള്ളൂ. അതാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ അവരെ വധിക്കാൻ രാവണ കുംഭകർണന്മാരെ ശ്രീരാമനായി. ഇനി ദന്താവക്ത ശിശുപാലനെ ഇപ്പൊ ശ്രീകൃഷ്ണാവതാരത്തില് ഇനി ദന്താവക്തനെയും വധിക്കും പറയാണ്. എപ്പ പറഞ്ഞു? ധർമ്മപുത്രൻ. ഞാൻ എല്ലാ കഥയും കേട്ടിട്ടുണ്ട്, പക്ഷേ ഒന്ന് കേട്ടിട്ടില്ല. നരസിംഹാവതാരം കേട്ടിട്ടില്ല. അതൊന്ന് പറഞ്ഞു തരണമായി. 2-ാം സപ്തമത്തില് 2 മുതൽക്ക് 10 വരെയുള്ള അധ്യായങ്ങള് ആ തത്വം പറയലായി. ഹിരണ്യകശിപു ഹിരണ്യാക്ഷനെ കൊന്ന സമയത്ത്, ആ ഭഗവാൻ ഹിരണ്യാക്ഷനെ കൊന്ന സമയത്ത് ആ ഹിരണ്യകശിപു എന്തു ചെയ്തു? അമ്മയുടെ അടുത്ത് പോയി അമ്മയെ ഒന്ന് സമാധാനിപ്പിച്ചു. അമ്മയെ സമാധാനിപ്പിച്ചതിന് ശേഷം വേഗം, അതാണ് നാരായണീയം തുടങ്ങുമ്പോ തന്നെ ഹിരണ്യക്ഷേ പൗത്രപ്രവരവപുഷാദേവ ഭവതാഗതേ ശോകക്രോധക്ലപിത വിദിരേതത്യതഗജ ഹിരണ്യപ്രാരംഭ കചിപുരമരാരാദിതദതി പ്രതിജ്ഞാമാദേനെ തവ കില പദാർത്ഥം മധുരിവോ. ഗുരുവായൂരപ്പ, ഹിരണ്യാക്ഷനെ വരാഹസ്വരൂപിയായ ഭഗവാൻ വധിച്ച സമയത്ത് ശോകക്രോധക്ലപിത ഹൃദി ഏതസ്യ
സഹജ. ആ ഹിരണ്യാക്ഷന്റെ സഹോദരനായ ഹിരണ്യകശിപു ശോകം കൊണ്ടും ക്രോധം കൊണ്ടും എന്താ വേണ്ടെന്നറിയാതെ, അതുകൊണ്ടാണ് അവിടെ ആ വാക്കിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിരിക്കാൻ വേപ്പറ്റത്. അതൊക്കെ അവിടെ സാമർത്ഥ്യം. ഹിരണ്യപ്രാരംഭകശിപു. അദ്ദേഹത്തിനുണ്ട് വേറെ വാക്കൊന്നും അവിടെ പ്രയോഗിക്കാൻ കിട്ടാഞ്ഞിട്ട. ഹിരണ്യപ്രാരംഭനായിരിക്കുന്ന കശിപു. അതിന്റെ അർത്ഥം തത്വം നല്ലോണം ആലോചിച്ചോളൂ കേട്ടോ. എല്ലാവരുടെയും ഗതി തന്നെയാണ്. രാവിലെ പറഞ്ഞില്ലേ, തലേന്നടിയിൽ താക്കോല് വെക്കുന്നവരുടെ അനുഭവം. അതുകൊണ്ട് അവിടെ അല്ലെങ്കിൽ ഇങ്ങനൊരു വാക്ക് ഹിരണ്യപ്രാരംഭകശിപു. ബാലപ്രാരംഭ കൃഷ്ണ എന്നാരെങ്കിലും പറയലുണ്ടോ? പക്ഷേ ആ ഹിരണ്യം എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും പറയും ഈ വിഷയങ്ങളാണ്. എന്താ? ഹിരണ്മയേന പാത്രേണ സത്യത്യാപിഹിതം മുഖ. സത്യത്യാപിഹിതം മുഖം തന്നോ പൂഷൻ അപാവൃണു സത്യധർമായ ദൃഷ്ടയേ. നമുക്കത് തുറന്നു നോക്കാൻ തോന്നില്ല, പെട്ടിട്ട് ഓടാനേ തോന്നുള്ളൂ അല്ലേ? നാടൻ ഭാഷയിൽ പറഞ്ഞാലേ സത്യത്തിന്റെ മുഖം സ്വർണ്ണ പാത്രത്തിലിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് ആ പാത്രം കിട്ടിയാൽ മതി, അതിന്റെ ഉള്ളിലത്തെ എന്താണെന്നൊന്നും നോക്കണ്ട അല്ലേ? അതിലാണ് എല്ലാവരുടെയും താല്പര്യം. അതൊന്ന് തുറക്കാൻ എനിക്ക് നല്ല കണ്ണ് തരണേ, പ്രാർത്ഥന അതാണ്. പക്ഷെ നമുക്കത് തുറക്കാൻ തോന്നും. അതാ ഇവിടെ ഹിരണ്യപ്രാരംഭ കശിപു. ആ ഹിരണ്യകശിപു അമ്മയുടെ മുമ്പില് ആദ്യം പോയി അമ്മയും ആ ഹിരണ്യാക്ഷന്റെ ഭാര്യയും മക്കളെയൊക്കെ ഒന്ന് സമാധാനിപ്പിക്കുക. ആ സമാധാനിപ്പിക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഹിരണ്യകശിപുവിന് ഒന്ന് തോന്നി. എന്താ? അമ്മോട് പറഞ്ഞു, ഭാഗവതത്തിലൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. അമ്മേ, ഇത്ര സാത്വിക ബുദ്ധിയുള്ള ആൾ വേറെ ഇല്ലാതെ തോന്നും. അമ്മോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. മറ്റോരെ നോക്കി കരയുന്നവരൊക്കെ വിട്ടികളാണെന്നാവും പറയാം. ശരിക്ക് എന്താ കാരണം? നമ്മളും നാളെ അങ്ങനെ കിടക്കേണ്ടവരാണ് അല്ലേ? അപ്പൊ മരിച്ചു കിടക്കുന്ന ആളെ കാണുമ്പോ കട്ടം വെച്ച് പോരല്ല വേണ്ട, മരിച്ചാൽ എങ്ങനെയാ കിടക്കേണ്ടതെന്ന് നോക്കി പഠിച്ചു പോരാ വേണ്ട. അതിനായി മരിച്ചു വിട്ടു പോണത് ഇത് കാണാൻ വേണ്ടിയിട്ടാണ്. പരിഭ്രമല്ലാതെ അനങ്ങാണ്ട് കിടക്കും മൂപ്പര് അല്ലേ? അതിങ്ങനെ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിത്രം. അമ്മോട് പറഞ്ഞു കൊടുക്കതൊക്കെ. അമ്മേ, മരണം എല്ലാവർക്കും ഉണ്ട്, എന്നല്ലെങ്കിൽ നാളെ. അപ്പൊ ആ ഭഗവാന്റെ കൈ കൊണ്ട് മരിച്ചോണ്ട് അമ്മ ഒട്ടും സങ്കടപ്പെടണ്ട. ഇനിയാട്ടാൻ പോരിലല്ലേ മരിച്ചത്, അത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ ഒരു ഉദാഹരണം